ശാന്തി. അവ്യക്ത മുരളി പോയിന്റ്സ്. പരമാത്മാ സ്നേഹം. സ്നേഹസാഗരമായ ബാബ ഓരോ കുട്ടിക്കും വളരെ വളരെ വളരെയധികം സ്നേഹം നൽകുന്നു. പരമാത്മാ സ്നേഹം മുഴുവൻ കൽപ്പത്തിലും ഇപ്പോൾ സംഗമത്തിൻ്റെ സമയം മാത്രമാണ് പ്രാപ്തമാകുന്നത്. സംഗമയുഗത്തിൻ്റെ ഓരോ ദിവസവും ബാബയുടെ സ്നേഹം പ്രാപ്തമാക്കുവാൻ വേണ്ടിയുള്ളതാണ്. ഈ സംഗമയുഗത്തിൽ മാത്രമാണ് പരമാത്മാ സ്നേഹത്തിന് താങ്കൾ പാത്രമാകുന്നത്. സംഗമത്തിലെ ഒരു ജന്മത്തിൽ മാത്രം പ്രാപ്തമാകുന്ന ഈ സ്നേഹം അനേകം ജന്മങ്ങളിലെ ദുഃഖങ്ങളെയും വേദനകളെയും സമാപ്തമാക്കി സദാ സന്തോഷത്തിൻ്റെ ഭോജനം കഴിപ്പിക്കുന്ന ഒന്നാണ്. ഓരോരോ കുട്ടിയും പരമാത്മാ സ്നേഹത്തിന് അധികാരമുള്ള ആത്മാക്കളാണ്. ഈ സംഗമത്തിൽ ഓരോ കുട്ടിയുടെയും നയനങ്ങളിലും മസ്തകത്തിലും പരമാത്മാ സ്നേഹം അലിഞ്ഞിരിക്കുന്നു. മുഴുവൻ കൽപ്പത്തിലും ഒരിക്കലും ആരിലൂടെയും ഈ ഈശ്വരീയ സ്നേഹം അഥവാ പരമാത്മാ സ്നേഹം പ്രാപ്തമാവുകയില്ല. പരമാത്മാ സ്നേഹം നിസ്വാർത്ഥ സ്നേഹമാണ്. പരമാത്മാ സ്നേഹമാണ് ഈ ശ്രേഷ്ഠ ബ്രാഹ്മണ ജന്മത്തിൻ്റെ ആധാരം. പരമാത്മാ സ്നേഹം ജന്മജന്മങ്ങളായി വിളിച്ചതിൻ്റെ പ്രത്യക്ഷ ഫലമാണ്. പരമാത്മാ സ്നേഹം പുതിയ ജീവിതത്തിൻ്റെ ജീവദാനമാണ്. പരമാത്മാ സ്നേഹം ഇല്ലെങ്കിൽ ജീവിതം രസമില്ലാത്ത ഉണങ്ങിയ കരിമ്പിൻ കഷ്ണം പോലെയാണ്. പരമാത്മാ സ്നേഹം ബാപ്ദാദയോടൊപ്പം ഉള്ളതിൻ്റെ, അതായത് പരമാത്മാവ് കൂട്ടുകാരനായി ഇരിക്കുന്നതിൻ്റെ അനുഭവം വരുത്തുന്നു. പരമാത്മാ സ്നേഹം പ്രയത്നങ്ങളിൽ നിന്നും മോചിപ്പിച്ച് സഹജമായി സദാ യോഗിയാക്കുന്നു. യോഗയുക്ത സ്ഥിതിയുടെ അനുഭവം വരുത്തുന്നു. പരമാത്മാ സ്നേഹം സഹജമായി ദേഹബോധത്തിൻ്റെ വിസ്മൃതി ഉണ്ടാക്കുന്നു. ദേഹത്തിൻ്റെ സർവ സംബന്ധങ്ങളുടെയും വിസ്മൃതി ഉണ്ടാക്കുന്നു. ദേഹത്തിൻ്റെയും ദേഹത്തിൻ്റെ ലോകത്തിൻ്റെ അല്പകാല പ്രാപ്തികളുടെയും ആകർഷണമായ പദാർത്ഥങ്ങളുടെ ആകർഷണം സദാകാലത്തേക്ക് സമാപ്തമാകുന്നു. പ്രഭു സ്നേഹം സദാ സമർപ്പണ ഭാവത്തിൻ്റെ അനുഭവം സ്വതവേ ഉണ്ടാക്കുന്നു. സമർപ്പണ ഭാവം ബാബയ്ക്ക് സമാനമാക്കി മാറ്റുന്നു. പരമാത്മാ സ്നേഹം ബാബയുടെ സർവ ഖജനാവുകളുടെയും താക്കോലാണ്. കാരണം സ്നേഹം അധികാരി ആത്മാവാക്കി മാറ്റുന്നു. പരമാത്മാ സ്നേഹം നഷ്ടപ്പെട്ടു പോയ രാജ്യഭാഗ്യത്തെ സദാകാലത്തേക്ക് നേടിത്തരുന്നു. ഡബിൾ രാജ്യാധികാരിയായി മാറ്റുന്നു. സ്വരാജ്യവും വിശ്വത്തിൻ്റെ രാജ്യവും നേടിത്തരുന്നു. താങ്കളേവരും പരമാത്മാ സ്നേഹം പ്രാപ്തമാക്കുന്ന
വിശേഷ ആത്മാക്കളാണ്, സ്നേഹിക്കുന്നവരല്ല. എന്നാൽ സ്നേഹത്തിൽ സദാ അലിഞ്ഞിരിക്കുന്ന ലവ്ലീൻ ആത്മാക്കളാകൂ. നമ്മൾ പരമാത്മാവിന് പ്രിയപ്പെട്ടവരാണ്, ഭഗവാന് പ്രിയപ്പെട്ടവരാണ് എന്ന ആത്മീയ ലഹരി സദാ വയ്ക്കൂ. ഭക്തർ ഭഗവാന്റെ ഒരു നിമിഷത്തെയോ അരനിമിഷത്തെയോ ദൃഷ്ടി പതിഞ്ഞെങ്കിൽ എന്ന് ദാഹിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ മഹാനതയായി മനസ്സിലാക്കുന്നു. എന്നാൽ താങ്കൾ ഈശ്വരീയ സ്നേഹത്തിന് പാത്രമായി കഴിഞ്ഞു. അത് എത്ര മഹാഭാഗ്യമാണ്! ഓരോ ആത്മാവും കുട്ടിക്കാലം മുതൽ അന്തിമം വരെയും എന്താണ് ആഗ്രഹിക്കുന്നത്? വിവേകമില്ലാത്ത കുട്ടികൾ പോലും ജീവിതത്തിൽ സ്നേഹമാണ് ആഗ്രഹിക്കുന്നത്. ധനം ആഗ്രഹിക്കുന്നത് പിന്നീടാണ്. ആദ്യം ആഗ്രഹിക്കുന്നത് സ്നേഹമാണ്. സ്നേഹമില്ലെങ്കിൽ അത് നിരാശയുടെ ജീവിതമായി അനുഭവിക്കുന്നു, രസമില്ലാത്തതായി അനുഭവിക്കുന്നു. താങ്കൾക്കേവർക്കും പരമാത്മാ സ്നേഹം ലഭിച്ചു, പരമാത്മാവിന് പ്രിയപ്പെട്ടവരായി. ഇതിനേക്കാൾ വലിയ മറ്റെന്തെങ്കിലുമുണ്ടോ? സ്നേഹമുണ്ടെങ്കിൽ ലോകമുണ്ട്, ജീവനുമുണ്ട്. സ്നേഹമില്ലെങ്കിൽ ലോകമില്ല, ജീവിതമില്ല. സ്നേഹം ലഭിച്ചു എന്നാൽ ലോകം ലഭിച്ചു എന്നാണ്. ഇങ്ങനെയുള്ള സ്നേഹവും ശ്രേഷ്ഠ ഭാഗ്യവും സദാ അനുഭവിക്കുന്നുണ്ടോ? ലോകം ഇതിനു വേണ്ടി ദാഹിക്കുന്നു, ഒരു തുള്ളിക്ക് വേണ്ടിയും ദാഹിക്കുന്നു. കുട്ടികളായ നിങ്ങൾക്കേവർക്കുമാണെങ്കിൽ പ്രഭു സ്നേഹം പ്രോപ്പർട്ടിയാണ്. ഈ പ്രഭു സ്നേഹത്താലാണ് വളരുന്നത്, അതായത് ബ്രാഹ്മണ ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടാകുന്നുണ്ടോ? സ്നേഹത്തിൻ്റെ സാഗരത്തിൽ ലയിച്ചിരിക്കുകയാണോ? അതോ കേവലം കേൾക്കുകയും അറിയുകയും മാത്രമാണോ? അതായത് സാഗരത്തിൻ്റെ തീരത്ത് നിന്നുകൊണ്ട് വെറുതെ ചിന്തിക്കുകയും നോക്കിക്കൊണ്ടിരിക്കുകയുമാണോ? കേൾക്കുന്നതും അറിയുന്നതും തീരത്ത് നിൽക്കലാണ്. അംഗീകരിക്കണം, അലിഞ്ഞു ചേരണം. പ്രഭുവിന് പ്രിയപ്പെട്ടവരായി സാഗരത്തിൽ ലയിച്ചു ചേരണം, ലീനമാകണം. അഥവാ ലയിച്ചു ചേരുന്നതിൻ്റെ അനുഭവം ചെയ്തില്ല എങ്കിൽ പ്രഭു സ്നേഹത്തിന് പാത്രമായിട്ടും നേടുന്നവരായില്ല, ദാഹിക്കുന്നവരായിപ്പോയി. അടുത്ത് വന്നിട്ടും ദാഹിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്കിൽ അതിനെ എന്തു പറയും? ചിന്തിക്കൂ, ആരാണ് താങ്കളെ സ്വന്തമാക്കിയത്? ആർക്ക് പ്രിയപ്പെട്ടവരാണായത്? ആരുടെ പാലനയിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്? സദാ സ്നേഹത്തിൽ ലയിച്ചിരുന്നാൽ സമസ്യകളുടെയോ ഏതെങ്കിലും പ്രകാരത്തിലുള്ള ചഞ്ചലതയുടെയോ പ്രഭാവം ഉണ്ടാകില്ല. സദാ വിഘ്ന വിനാശകനും പരിഹാര സ്വരൂപവും മായാജീത്തുമായി അനുഭവപ്പെടും. ഞാൻ പരമാത്മാവിന് പ്രിയപ്പെട്ടതാണ്, പരമാത്മാ സ്നേഹത്തിൻ്റെ അധികാരിയാണ്. ഈ സ്മൃതിയിലൂടെ സദാ സമർത്ഥരായി മാറൂ. ഇത് സഹജമാണല്ലോ. ആത്മാഭിമാനി ആകുന്നതിൻ്റെ അനുഭവം ഉണ്ടാകുമ്പോൾ പരമാത്മാ സ്നേഹത്തിൻ്റെയും
പരമാത്മാ പ്രാപ്തിയുടെയും അനുഭവം സ്വതവേ ഉണ്ടാകുന്നു. അനുഭവം എത്ര വരുമോ അത്രയും ശക്തിശാലിയാകും. സ്നേഹത്തിന്റെ ദൃഷ്ടി മുഴുവൻ കൽപ്പത്തേക്ക് വേണ്ടിയും സ്നേഹത്തിൻ്റെ അധികാരിയാക്കി മാറ്റും. ഭക്തരും അരനിമിഷത്തിൻ്റെയോ ഒരു നിമിഷത്തിൻ്റെയോ ദൃഷ്ടിക്ക് വേണ്ടി പിടയുന്നു, ദൃഷ്ടിയിലൂടെ തൃപ്തമാകുവാൻ വേണ്ടി. ഈ സമയത്തെ സ്നേഹത്തിൻ്റെ ദൃഷ്ടി അവിനാശി സ്നേഹത്തിന് യോഗ്യമാക്കി മാറ്റുന്നു. അവിനാശി പ്രാപ്തികൾ സ്വതവേ തന്നെ ഉണ്ടാകുന്നു. നാച്ചുറലായി ദേഹി അഭിമാനി സ്ഥിതി സദാ ഉണ്ടായിരിക്കുന്നതിനെയാണ് ദേഹബോധത്തിൽ നിന്നും വേറിട്ടത് എന്ന് പറയുന്നത്. ദേഹബോധത്തിൽ നിന്നും വേറിട്ടവർ തന്നെയാണ് പരമാത്മാവിന് പ്രിയമായി മാറുന്നത്. ബ്രാഹ്മണരായ താങ്കൾ സദാ പരമാത്മാ സ്നേഹത്തിൻ്റെ ഊഞ്ഞാലിലാടുന്നു. നാളെയുടെ ചിന്തയില്ല, നാളെയുടെ ചിന്തയുമില്ല, കാലൻ്റെ ചിന്തയുമില്ല. കാരണം അറിയാം, എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുവോ അതും നല്ലതാണ്. എന്ത് സംഭവിക്കണം അത് കൂടുതൽ നല്ലതാണ്. കോടിയിൽ ചിലർ, അതിലും ചിലരാണ് പരമാത്മാവിന് പ്രിയമായ ആത്മാക്കൾ. കോടിക്കണക്കിന് ആത്മാക്കൾ ഈ അനുഭൂതിക്ക് വേണ്ടി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. താങ്കളാകട്ടെ കൂടിക്കാഴ്ച ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നു. താങ്കൾ സദാ പരമാത്മാ കൂടിക്കാഴ്ചയുടെ മേളയിലാണ് ഇരിക്കുന്നത്. കാരണം താങ്കൾക്ക് ബാബ പ്രിയമാണ്, ബാബയ്ക്കും താങ്കൾ പ്രിയമാണ്. അപ്പോൾ പ്രിയമായവർ എവിടെയാണ് ഇരിക്കുന്നത്? സദാ സ്നേഹത്തിൻ്റെ കൂടിക്കാഴ്ചയുടെ മേളയിൽ ഇരിക്കുന്നു. സദാ മേളയിലാണോ അതോ ഒറ്റയ്ക്കാണോ? ബാബ കൂടെ ഉള്ളപ്പോൾ എന്തായി? കൂടിക്കാഴ്ചയുടെ മേളയായി. പരമാത്മാ സ്നേഹം അനേകം ജന്മങ്ങൾ സ്നേഹസമ്പന്ന ജീവിതത്തിൻ്റെ പ്രാപ്തി ഉണ്ടാക്കി തരുന്നു. എന്നാൽ അതിനുള്ള വിത്ത് വിതയ്ക്കുന്ന സമയം ഇപ്പോഴാണ്. ഈ സമയത്തിന് എത്ര മഹത്വമാണുള്ളത്! സ്നേഹമുണ്ട് എന്നതിൽ മാത്രം ആയി പോകരുത്, അതിൽ ലയിച്ചു ചേരൂ. പരമാത്മാ സ്നേഹത്തിൻ്റെ അനുഭവികളായ ആത്മാക്കൾ സദാ ഈ അനുഭവത്തിലൂടെ സഹജയോഗിയായി പറന്നുകൊണ്ടിരിക്കൂ. പരമാത്മാ സ്നേഹത്തിൻ്റെ പാലനയുടെ അനുഭവം ചെയ്യുന്നതിനു വേണ്ടി ഓരോ കാര്യവും വേറിട്ടവരായി ചെയ്യൂ. പരമാത്മാ സ്നേഹം പ്രാപ്തമാക്കുവാനുള്ള വിധിയാണ് വേറിട്ടവരാവുക. വിധി അറിയില്ലെങ്കിൽ സിദ്ധിയും ലഭിക്കുകയില്ല. സ്നേഹം പ്രാപ്തമാക്കുന്നതിൻ്റെ ഈ ഫൗണ്ടേഷൻ ഉറച്ചതാണെങ്കിൽ പ്രാപ്തിയുടെ ലക്ഷ്യം നേടാതിരിക്കില്ല. ബാബയുടെ ഗ്യാരണ്ടിയാണ്, ഒരു കാര്യം താങ്കൾ ചെയ്യൂ, ബാക്കിയെല്ലാം ഞാൻ ചെയ്യാം എന്ന്. ആ ഒരു കാര്യമാണ് എന്നെ ഹൃദയപൂർവം ഓർമ്മിക്കൂ. കാര്യം നടക്കുന്നതിന് വേണ്ടിയല്ല. ഏതെങ്കിലും വിഘ്നം വരുമ്പോൾ 4 മണിക്കൂർ യോഗം ചെയ്യും. വിഘ്നം അവസാനിക്കുമ്പോൾ ഓർമ്മയും അവസാനിക്കുന്നു.
അപ്പോൾ കാര്യം നടക്കുന്നതിനുള്ള യോഗമായില്ലേ? ആഗ്രഹങ്ങൾ പൂർത്തിയാകുന്നതിനുള്ള യോഗമല്ല. ഈ കാര്യം നടക്കട്ടെ, ഇതിനു വേണ്ടി ഞാൻ ഓർമ്മിക്കാം, അങ്ങനെ പാടില്ല. പാത്രമായി പരമാത്മാ സ്നേഹത്തിൻ്റെ അനുഭവം ചെയ്യൂ. ആത്മീയ റോസാ പുഷ്പങ്ങളാണ് പരമാത്മാ സ്നേഹത്തിന് പാത്രമായ ആത്മാക്കൾ. പരമാത്മാ സ്നേഹത്തിന് മുന്നിൽ ആത്മാക്കളുടെ സ്നേഹം എന്താണ്? ഒന്നും തന്നെയല്ല. പരമാത്മാ സ്നേഹത്തിൻ്റെ അനുഭവിയാകുമ്പോൾ ഹൃദയത്തിൽ നിന്നും എന്തായിരിക്കും വരുന്നത്? ഏതൊരു ഗീതമാണ് പാടുന്നത്? നേടിക്കഴിഞ്ഞു, ഇനിയൊന്നും അവശേഷിക്കുന്നില്ല. ഇങ്ങനെയുള്ള പ്രാപ്തിയുടെ അധികാരി ആത്മാവാകൂ. പരമാത്മാ സ്നേഹത്തിൻ്റെ അധികാരിയാകുന്നത് എത്ര വലിയ നേട്ടമാണ്! പരമാത്മാ സ്നേഹത്തിന് പാത്രമായ ആത്മാവാണ് എന്നത് സദാ സ്മൃതിയിൽ കൊണ്ടുവരൂ. ലോകം അന്വേഷിക്കുന്നു താങ്കൾ യോഗ്യമായി. സദാ ആഹാ എൻ്റെ ശ്രേഷ്ഠ ഭാഗ്യം എന്ന ഗീതം പാടിക്കൊണ്ടിരിക്കൂ, പറന്നുകൊണ്ടിരിക്കൂ. ഹൃദയത്തിൽ പരമാത്മാ സ്നേഹവും പരമാത്മാ ശക്തികളും പരമാത്മാ ജ്ഞാനവും നിറഞ്ഞിരിക്കുന്നു എങ്കിൽ, അല്പം പോലും ഒഴിഞ്ഞതല്ല എങ്കിൽ ഒരിക്കലും ഒരു ഭാഗത്തേക്കും സ്നേഹം പോകില്ല. 84 ജന്മം ദേവാത്മാക്കളിലൂടെയും സാധാരണ ആത്മാക്കളിലൂടെയും സ്നേഹം ലഭിച്ചു. 84 ജന്മങ്ങളിൽ പരമാത്മാ സ്നേഹം ലഭിച്ചിരുന്നോ? ഇല്ല. ഈ സംഗമത്തിലെ ഒരു ജന്മത്താണ് പരമാത്മാ സ്നേഹം ലഭിച്ചത്. ആത്മാക്കളുടെ സ്നേഹവും പരമാത്മാ സ്നേഹവും തമ്മിൽ എത്ര വ്യത്യാസമാണുള്ളത്! പരമാത്മാ സ്നേഹം എവിടേക്ക് കൊണ്ടുപോകും? തൻ്റെ സ്വീറ്റ് ഹോമിലേക്കും സ്വീറ്റ് രാജധാനിയിലേക്കും. പരമാത്മാ സ്നേഹം രാജ്യഭാഗ്യം നേടിത്തരുന്നു. ഡയറക്റ്റായി പരമാത്മാ പ്രാപ്തി ഉള്ളത് ഇപ്പോഴാണ്. വർത്തമാനത്തിൻ്റെ മുന്നിൽ ഭാവി ഒന്നും തന്നെയല്ല. പരമാത്മാ സ്നേഹം ആനന്ദമയമായ ഊഞ്ഞാലാണ്. ആ സുഖം നിറഞ്ഞ ഊഞ്ഞാലിൽ സദാ ആടിക്കൊണ്ടിരിക്കൂ. പരമാത്മാ സ്നേഹം അനേകം ജന്മങ്ങളിലെ ദുഃഖങ്ങളെ ഒരു സെക്കൻഡിൽ സമാപ്തമാക്കുന്നു. പരമാത്മാ സ്നേഹം സർവശക്തി സമ്പന്നമാണ്. അത് നിർബല ആത്മാക്കളെയും ശക്തിശാലിയാക്കി മാറ്റുന്നു. ഇങ്ങനെയുള്ള പരമാത്മാ സ്നേഹത്തിന് പാത്രമാകുന്നത് എത്ര കുറച്ച് ആത്മാക്കളാണ്! അങ്ങനെയുള്ള ആത്മാക്കളെ കണ്ട് ബാപ്ദാദയും സന്തോഷിക്കുന്നു. ബാപ്ദാദ ഓരോ കുട്ടിക്കും ഹൃദയത്തിൽ നിന്നും വരദാനവും നൽകുന്നു. സദാ പരമാത്മാ സ്നേഹത്തിൻ്റെ ഊഞ്ഞാലിലാടുന്ന അവിനാശി രത്നമായി ഭവിക്കട്ടെ.